ഹായ്, അസ്സലാമു അലൈക്കും. നമുക്കിതൊരു സിമ്പിൾ ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കി വെക്കാമല്ലോ. അതിനിപ്പോൾ ഇതാ ഞാനൊരു പാന് വെച്ച് ചൂടാക്കി അതിലേക്ക് എള്ളെണ്ണയാണ് ഞാനിപ്പോൾ യൂസ് ആക്കുന്നത്. എള്ളെണ്ണയാകുമ്പോൾ അച്ചാർ കുറച്ച് കാലം കേടുകൂടാണ്ട് നിൽക്കും. അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ യൂസ് ആക്കാം. ഞാൻ മുന്നേ തന്നെ ചെമ്മീൻ ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയെല്ലാം ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിന്. ഇത് ഹാഫ് പോർഷനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ നിരത്തി വെച്ച് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുക. നല്ല രീതിയിൽ തന്നെ മൊരിഞ്ഞ് വരണം. കാരണം അച്ചാർ കേടുകൂടാണ്ട് നിൽക്കണമെങ്കിൽ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതല്ല പെട്ടെന്ന് തന്നെ അച്ചാർ തീരുമെന്നുള്ള ആൾക്കാരാകുമ്പോൾ കുറച്ചൊരു മീഡിയം ആയി കഴിയുമ്പോൾ തന്നെ കോരി മാറ്റിക്കോ. ഞാൻ അതിൻ്റെ മുകളിലൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോരി മാറ്റാം. ഞാനിപ്പോൾ കുറച്ച് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഫ്രൈ ആക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഞാനിപ്പോൾ 1.5 കിലോ ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ സെക്കൻഡ് ബാച്ചും കൂടി ഇതേപോലെ തന്നെ സെയിം മെത്തേഡിൽ പൊരിച്ച് മാറ്റാം. അത് ഫ്രൈ ആയി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടി എള്ളെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് 1.5 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഞാൻ മുന്നേ തന്നെ വെളുത്തുള്ളി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നടുവ് കീറി വെച്ചിട്ടുണ്ട്. അതെല്ലാം ചോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കുന്നെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ വെളുത്തുള്ളിയും കൂടി കടിക്കാൻ കിട്ടേണ്ടിയിട്ട് നടുവ് കയറിയിട്ട് ഇപ്പോൾ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് അത് ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി ഞാൻ നല്ല രീതിയിൽ തന്നെ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഇതേപോലെ എണ്ണയിൽ ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് ഇതേപോലെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ പച്ചമുളകും കാന്താരി മുളകും ചേർക്കുന്നുണ്ട് ഈ ഒരു അച്ചാറിൽ. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാനിപ്പോൾ പച്ചമുളക് ചേർക്കുന്നുള്ളൂ. പച്ചമുളകും ഒരു 2 സെക്കൻഡ് ഇതേപോലെ വഴറ്റി കൊടുക്കുക. ഇത് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ കൂടുതൽ എരിവിൻ്റെ പ്രശ്നമൊന്നും വരില്ല. ഇപ്പോൾ നമ്മൾ സാദാ മുളകും കാന്താരി മുളകും ചേർക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ടാവും അച്ചാറിൽ. അപ്പോൾ നമുക്ക് കാശ്മീരി മുളക് തന്നെ ചേർത്ത് കൊടുക്കുന്നത് നല്ല കളറും ടെക്സ്ചറും ഉണ്ടാവും. കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തിന്, അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, അച്ചാറിൻ്റെ ടെക്സ്ചർ തന്നെ മാറിയില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പൊടിയാണ് ചേർക്കുന്നത്. അതല്ല കായ കഷ്ണമാണുള്ളെങ്കിൽ എണ്ണയിൽ നേരത്തെ വഴറ്റുന്ന സമയത്ത് തന്നെ ഒരു പീസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ 1.5 ടീസ്പൂണ് ഉലുവ പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. ഇപ്പം തന്നെ അച്ചാർ കാണുമ്പോൾ നല്ലൊരു ടെക്സ്ചർ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അധികം ലൂസാക്കുന്നില്ല, കുറച്ച് ടൈറ്റിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു 1/4 കപ്പും കൂടി വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീനെല്ലാം കൂടി ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ അച്ചാർ സെറ്റായി വരുമ്പോൾ ഒന്നുകൂടി തിക്കാവും. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഇതാ നല്ല രീതിയിൽ തന്നെ തിക്കായി വന്നിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും കാന്താരിമുളകും എല്ലാം കൂടി മിക്സായി അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ കഴുകിയ കറിവേപ്പിലയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തുടച്ച് വെള്ളത്തിന് അംശമൊന്നും ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. നമ്മളെടുക്കുന്ന പാത്രവും സ്പൂണും എല്ലാം സൂക്ഷിച്ചെടുത്ത് കഴിഞ്ഞാൽ അച്ചാർ കുറേ കാലം ഒന്നും ആവാണ്ട് തന്നെ കിട്ടും. ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി അച്ചാറായിട്ട് വരും. ഇപ്പം ഇതാ ഇതിൻ്റെ കളറും ടെക്സ്ചറും എല്ലാം ടോട്ടലി മാറി. മാഷാല്ലാ അടിപൊളിയായിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്. എന്തായാലും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലെയാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ആക്കിയത്. ആ സമയത്ത് നല്ല രീതിയിൽ തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ടേനു. പക്ഷേ ഞാനിതിൽ കുറച്ചുകൂടി വിനാഗിരി ചേർത്ത് കൊടുത്തിന്. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മതിയെങ്കിൽ ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ എടുത്തത്. അതല്ല ഇതിനേക്കാൾ ലൂസിലാണ് വേണ്ടെങ്കിൽ കുറച്ചും കൂടി വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. ബൈ, അസ്സലാമു അലൈക്കും.